ഹലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രാക്ചർ ഉള്ളവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്ക് ആർക്കെങ്കിലും, സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഫ്രാക്ചർ ഉള്ള ഒരവസ്ഥയിലാണോ? ആണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. ഈ നിങ്ങളുടെ ഫ്രാക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ ഫ്രാക്ചർ ഏത് തരം ഫ്രാക്ചർ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനസ്. ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ, ഇതൊരു ഹെൽത്ത് അഡ്വൈസ് അല്ലെങ്കിൽ ഇതൊരു സർജിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് അല്ല. ഇത് ഇൻഫർമേഷൻ പർപ്പസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫ്രാക്ചറിൻ്റെ വിവിധ ടൈപ്സ് നോക്കുകയാണ്. അതിൽ ആദ്യമേ തന്നെ ഫ്രാക്ചറിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ബേസിക്കായിട്ട് ഫ്രാക്ചറുകളെ കുറച്ച് ടേംസ് ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒരു 4 ടൈപ്പിലാണത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. അതിൽ ആദ്യമേ വരുന്ന ഫ്രാക്ചർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ഫ്രാക്ചർ ആണോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ ആണോ എന്നുള്ളതാണ്. അത് ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ചറിൽ ബോൺ പുറത്തേക്ക് ടിഷ്യൂ അല്ലെങ്കിൽ സ്കിന്നിനെ തുളച്ച് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓപ്പൺ ഫ്രാക്ചറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ഫ്രാക്ചർ സാധാരണ അഗ്രസീവായിട്ടുള്ള ഏതെങ്കിലും ഹൈ വെലോസിറ്റി ഫ്രാക്ചർ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഈ ഓപ്പൺ ഫ്രാക്ചറുകൾ സംഭവിക്കുന്നത്. റോഡ് ബൈക്ക് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ നിന്ന് ഒരാൾ താഴോട്ട് വീഴുമ്പോൾ ബോൺ ഫ്രാക്ചറായിട്ട് സ്കിന്നിൽ കൂടി പുറത്തേക്ക് വരും. അതിനാണ് ഓപ്പൺ ഫ്രാക്ചർ എന്നത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. വളരെ ഇമ്മീഡിയറ്റ് സർജറി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ വേണ്ട ഫ്രാക്ചറുകളാണ് ഈ ഓപ്പൺ ഫ്രാക്ചറുകൾ. പിന്നെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ക്ലോസ്ഡ് ഫ്രാക്ചർ. ഓപ്പൺ ഫ്രാക്ചറുകളല്ലാത്ത ഫ്രാക്ചറുകളെയാണ് ക്ലോസ്ഡ് ഫ്രാക്ചർ എന്നത്. അതായത് സ്കിന്ന് തുളച്ച് പുറത്തേക്ക് വരാത്ത തരം ഫ്രാക്ചറുകളാണ്. ഫ്രാക്ചർ ഉണ്ട് ഉള്ളിൽ, പക്ഷേ അത് പുറത്തേക്ക് വരാത്ത ബോണുകൾ ഉള്ള ഫ്രാക്ചറുകളെയാണ് ക്ലോസ്ഡ് ഫ്രാക്ചറുകൾ എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ ഫ്രാക്ചറുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു പടത്തിൽ കാണുന്ന ആദ്യമേ കാണുന്ന ഒരു ചിത്രം നമുക്ക് കാണാം. ഹൊറിബിളാണ്. ഓപ്പൺ ഫ്രാക്ചറുകൾ വളരെ നമ്മളെ ഭയാനകമായ രീതിയിലുള്ള ഫ്രാക്ചറുകളാവാം. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആംഗിൾ ഫുട്ട് ഇൻവോൾവ് ആയിട്ടുള്ള, അതായത് ആംഗിളും ജോയിൻറ്റും നമ്മുടെ മിഡ് ഫുട്ടും ഭയങ്കര ഒരു ഹൊറിബിളായിട്ടുള്ള രീതിയിലുള്ളൊരു ഫ്രാക്ചറാണ്. അപ്പോൾ ഇത്തരം ഫ്രാക്ചറുകൾക്ക് എക്സ്റ്റെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ വേണം. ഒരുപാട് സമയമെടുക്കും റിക്കവർ ചെയ്യാൻ. അപ്പോൾ അത്തരം ഫ്രാക്ചറുകളാണ്. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്ത് ഇത് സർജറി, വാഷ് ഔട്ട്, ലവാജ് ചെയ്ത് പേഷ്യൻറ്റിനെ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വസ്തുക്കളെ ഈ വൂണ്ടിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ പേഷ്യൻ്റ് സെപ്റ്റിക്കായി മരണപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു സീരിയസ് ആയിട്ടുള്ള ഈ ഫ്രാക്ചറുകളാണ് ഈ ഓപ്പൺ ഫ്രാക്ചറുകൾ. ഇനി മറ്റ് ക്ലോസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ഇതുപോലെ ഫ്രാക്ചറായിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇത് അത്രയും സീരിയസ് അല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് അല്ലെങ്കിൽ മറ്റ് ഇൻ്റർവെൻഷനുകളിലൂടെ നമുക്ക് പഴയ രീതിയിലേക്ക് ബോൺ കൊണ്ടുവരാനായിട്ട് ചികിത്സ തേടേണ്ട ഫ്രാക്ചറുകൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് ഫ്രാക്ചേഴ്സ്. അപ്പോൾ പിന്നീടുള്ള മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രാക്ചർ പാർഷ്യൽ ഫ്രാക്ചർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്രാക്ചർ എന്നുള്ളതാണ്. പാർഷ്യൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് ബോൺ ബ്രേക്ക് ചെയ്യുന്നതാണ് പാർഷ്യൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. താരതമ്യേന കുറഞ്ഞ രീതിയിലുള്ള ചികിത്സ മെത്തേഡുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രാക്ചറുകളാണ് അവ. മറ്റൊരു തരത്തിലുള്ള ഫ്രാക്ചറാണ് കംപ്ലീറ്റ് ഫ്രാക്ചർ. കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ബ്രേക്കാണ്. ബോൺ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഒടിഞ്ഞ് പോയ ഒരവസ്ഥയ്ക്കാണ്, ആ ഒരു ഫ്രാക്ചറിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു പാർഷ്യൽ ഫ്രാക്ചർ. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു പ്ലാന്റ് ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പിക്ചറിൽ കാണുന്നത് അതാണ്. അതായത് ഒരു പ്ലാന്റ് നമ്മളിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ അത് പകുതി ഒടിഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയിലുള്ള അവസ്ഥ. അതുപോലെ നമ്മുടെ ബോണുകൾ ഒടിയുന്നതിനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ അത് വ്യക്തമാണ്. ഒരു ബോണിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കുന്നതിനാണ്, ഇത്തരം ഫ്രാക്ചറുകളെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. ഇനി കംപ്ലീറ്റ് ഫ്രാക്ചറുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ
കംപ്ലീറ്റ് ആയിട്ട് ബോൺ ഒടിഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി മറ്റൊരു ഫ്രാക്ചറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഫ്രാക്ചർ സ്റ്റേബിൾ ആണോ അത് അൺസ്റ്റേബിൾ ആണോ എന്നുള്ളതനുസരിച്ച്. അതിന് നമ്മൾ സ്റ്റേബിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ എന്ന് വിളിക്കും. അത് സ്റ്റേബിൾ ഫ്രാക്ചർ എന്ന് വെച്ചാൽ ബ്രോക്കൺ എൻഡുകൾ ലൈനപ്പായിട്ട് എവിടെയാണോ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രാക്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ ആയിരിക്കാം. സ്റ്റേബിൾ ഫ്രാക്ചറുകൾ എപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും, പക്ഷേ ഫ്രാക്ചർ ആയിട്ടുണ്ടാവും. മിനിമം ചികിത്സ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചില സ്റ്റേബിൾ ഫ്രാക്ചറുകൾ സർജറി ഇല്ലാതെ തന്നെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഫ്രാക്ചറുകളുണ്ട്. അത് ഓരോ ഫ്രാക്ചറിൻ്റെയും എവിടെയാണ് ഫ്രാക്ചർ എന്നൊക്കെ അനുസരിച്ചാണ് ആ ചികിത്സ അതിൽ വരുന്നത്. ഇനി ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ഈ ഫ്രാക്ചറുകൾക്ക് രണ്ട് അറ്റങ്ങൾ തമ്മിൽ ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ അത് തെന്നി മാറിയിട്ടുണ്ട്. അത് സാധാരണ ബോൺ എങ്ങനെ നേരെ ഇരിക്കുന്നോ അതിന് അനുസൃതമായിട്ടല്ലാതെ തെന്നി മാറി ഇരിക്കുന്ന അവസ്ഥയാണ് ഈ ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചറുകളെയാണ് ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചറുകൾ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചറുകൾ താരതമ്യേന പെട്ടെന്ന് ചികിത്സ നേടേണ്ടതാണ്. അതുമല്ലെങ്കിൽ അത് ശരിയായ സ്ഥലത്തിരിക്കാതെ തന്നെ അത് കൂടിച്ചേർന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിഫോമിറ്റീസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ പഴയ രീതിയിലേക്ക് അത് പോവാതെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചറുകൾ അതുപോലെ ഭയങ്കര പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ബോണുകളുടെ അറ്റങ്ങൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ നെർവ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലൊക്കെ തുളച്ച് കയറിയിട്ട് അതുകൊണ്ട് വീണ്ടും അപകടത്തിൻ്റെ ഒരു ഇത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചറുകൾ താരതമ്യേന സീരിയസ് ആയിട്ടുള്ള ഫ്രാക്ചറുകളാണ്. ഉടനെ തന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു രീതിയിലുള്ള ഫ്രാക്ചറാണ് ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചറുകൾ. ഒരു സ്റ്റേബിൾ ഫ്രാക്ചറിൻ്റെ ഒരു പടം ഇതാണ്. ഇതിൽ വളരെ സ്റ്റേബിളായിട്ട് തന്നെ അതേ എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ ഇത് റേഡിയസ് ബോണിനാണ് ഇവിടെ ഫ്രാക്ചർ ഉള്ളത്. അപ്പോൾ അത് ഡിസ്പ്ലേസ് ആവാതെ തന്നെ റേഡിയസിനല്ല, അൾന ബോണിനാണ് ഇവിടെ ഫ്രാക്ചർ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അൾന ബോണിൽ ഒരു നോൺ ഡിസ്പ്ലേസ്ഡ് സ്റ്റേബിൾ ഫ്രാക്ചറാണ് പടത്തിൽ കാണുന്നത്. ഇനി ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചറിനൊരു ഉദാഹരണമാണ് റേഡിയസും അൾനയും ഈ ബോണിൽ ഫ്രാക്ചർ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രാക്ചർ സാധാരണ ബോൺ ഇരിക്കുന്നതിനേക്കാൾ ബോണുകൾ തമ്മിൽ ഗ്യാപ്പുകളുണ്ട്. ഫ്രാക്ചർ ആയതിനു ശേഷം ഗ്യാപ്പുകളുണ്ട്. ബോണുകൾ സ്ഥാനം തെറ്റിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്തരം ഫ്രാക്ചറുകൾ വളരെ ഡേഞ്ചറസ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായ ഫ്രാക്ചറുകളാണ്. ഇനി മറ്റൊരു ഫ്രാക്ചറാണ് ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്. അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ ബോണിൻ്റെ ബേസിക് നേച്ചർ ഉള്ള ഫ്രാക്ചർ, ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ, പാർഷ്യൽ ഫ്രാക്ചർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്രാക്ചർ, സ്റ്റേബിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ. ഇനി ഈ ഫ്രാക്ചറുകളുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി, അത് എങ്ങനെയാണ് മെക്കാനിക്കലി അതെങ്ങനെ ഫ്രാക്ചർ ആയിരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി കുറച്ച് തരംതിരിവുകളുണ്ട്. അതിൽ ഒന്നാമതായിട്ടുള്ളൊരു തരംതിരിവാണ് ട്രാൻസ്വേഴ്സ് ഫ്രാക്ചറുകൾ. ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വട്ടം ഒടിയുന്ന ഒരു അതായത് സ്ട്രെയിറ്റ് ലൈൻ അക്രോസ് ദ ബോൺ, അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലായിട്ട് ഒടിയുന്ന ഫ്രാക്ചറാണ് ഈ ട്രാൻസ്വേഴ്സ് ഫ്രാക്ചറുകൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു ടൈപ്പ് ഫ്രാക്ചറാണ് സ്പൈറൽ ഫ്രാക്ചർ. സ്പൈറൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു ഫെമറൽ ഷാഫ്റ്റ് ഫ്രാക്ചറാണ്. ഫീമർ ബോൺ ഒടിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ സ്പൈറലായിട്ട് ഫ്രാക്ചർ ലോങ് ബോണുകളുടെ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് സ്പൈറലായിട്ട് ഫ്രാക്ചർ ആവുന്നതിനാണ് ഈ സ്പൈറൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫീമർ, ടിബിയ, ഫിബുല ഇത്തരം കാലുകളിലെ വലിയ ബോണുകൾ, അല്ലെങ്കിൽ കയ്യിലെ റേഡിയസ്, അൾന, ഷാഫ്റ്റ് ഇത്തരം ബോണുകളിലാണ് സാധാരണമായിട്ട് ഈ ഫ്രാക്ചർ കണ്ടുവരുന്നത്. ഇനി മറ്റൊരു ഫ്രാക്ചറാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഇത് പാർഷ്യൽ ഫ്രാക്ചറാണ്. അതായത് മോസ്റ്റ്ലി ഇത് ഫ്രാക്ചറായി രണ്ട് ബോണുകൾ തമ്മിൽ കംപ്ലീറ്റ് ഫ്രാക്ചറായി വിട്ടുമാറാത്ത രീതിയിലുള്ള ബോണുകൾ ഇങ്ങനെ വളഞ്ഞ്
ഫ്രാക്ചർ ആകുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന വിധത്തിലുള്ള ഫ്രാക്ചറുകൾ, ഇത്തരം ഫ്രാക്ചറുകളെയാണ്, അത് കംപ്ലീറ്റ് ഒടിയാതെ ബോണുകളെ വളഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്രാക്ചറുകളെയാണ് നമ്മൾ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത് കുട്ടികളിലാണ് കണ്ടുവരുന്നത്. ബോണിങ്ങനെ ബെൻഡ് ചെയ്ത് ബ്രേക്ക് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ടൈപ്പ് ഫ്രാക്ചറിനെയാണ് നമ്മൾ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. കുട്ടികളുടെ ബോണുകൾ സാധാരണമായിട്ട് ഫ്ലെക്സിബിളാണ്. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ബോൺ കംപ്ലീറ്റ് ഒടിയാതെ ചില സമയങ്ങളിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ആയിട്ട് നിൽക്കുന്നത്. താരതമ്യേന ഒരു തീവ്രത കുറഞ്ഞ രീതിയിലുള്ള ഫ്രാക്ചറുകളാണ് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൊണ്ട് പല ഫ്രാക്ചറുകളും ഓർത്തോപെഡിക് സർജൻസ് ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇനി മറ്റൊരു ഫ്രാക്ചറാണ് സ്ട്രെസ് ഫ്രാക്ചർ. അപ്പോൾ അത് സ്ട്രെസ് ഫ്രാക്ചർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, സ്ട്രെസ് ഫ്രാക്ചർ നമുക്ക് അതായത് സ്ട്രെസ് കൊണ്ടുണ്ടാവുന്നത്, ലൈക്ക് ഒരു ക്രാക്ക് നമ്മുടെ സ്ട്രെസ്സ് വരുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന, അതായത് റിപ്പിറ്റേറ്റീവ് മോഷൻ ഉള്ള സ്ഥലം. ഇപ്പോൾ ഈ ഫ്രാക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇത് 5th മെറ്ററ്റാഴ്സൽ ഏരിയയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഫ്രാക്ചറാണ്. അതായത് ഫുട്ടിൻ്റെ ഏറ്റവും ചെറിയ വിരൽ സൈഡിലായിട്ട്, ചെറിയ വിരലിനോട് മുകളിലായിട്ടുള്ള മെറ്ററ്റാഴ്സൽ ബോണിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഫ്രാക്ചറാണ്. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോഴൊക്കെ ഷൂസ് അല്ലെങ്കിൽ നമ്മുടെ ശരിയായ ഷൂസുകൾ ഉപയോഗിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ റൺ ചെയ്യാതിരുന്നാൽ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കൊണ്ട് നമ്മുടെ ഈ ബോണുകൾക്ക് സ്ട്രെസ്സ് വന്നിട്ട് ഫ്രാക്ചർ ആവാം. അത്തരത്തിലുള്ള ഫ്രാക്ചറുകളെയാണ് നമ്മൾ സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരം ഫ്രാക്ചർ വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രാക്ചറുകളാണ് ഈ സ്ട്രെസ് ഫ്രാക്ചറുകൾ. മറ്റൊരു ഫ്രാക്ചറാണ് ഈ കംപ്രഷൻ ഫ്രാക്ചർ. കംപ്രഷൻ ഫ്രാക്ചർ മെയിനായിട്ടും ബോണ് ക്രഷായി താഴെ, അതായത് 2 ബോണുകൾക്കിടയിലുള്ള ബോൺ ക്രഷായി ഉണ്ടാകുന്ന ഫ്രാക്ചറാണ് ഈ കംപ്രഷൻ ഫ്രാക്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇത് സ്പൈനിലാണ് ഇത് കാണപ്പെടുന്നത്. അത് ഈ ഒരു വെർട്ടിബ്ര കൊളാപ്സ് ആവുന്നതിനും അതുപോലെ അത് സ്പൈനൽ കോഡിനോ അല്ലെങ്കിൽ നെർവ് റൂട്ടുകളെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ഫ്രാക്ചറുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഫ്രാക്ചറുകളാണ്. അപ്പോഴേ തന്നെ ചികിത്സ വേണ്ടതും ഇതിന് ഈവൻ പേഷ്യൻറ്റിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ പോലും സ്പൈനൽ ബോർഡുകളൊക്കെ ഉപയോഗിച്ച് വളരെ ജാഗ്രത പുലർത്തി മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഫ്രാക്ചറുകളാണിത്. പ്രധാനമായിട്ടും ഈ കംപ്രഷൻ ഫ്രാക്ചർ ഉണ്ടാകുന്ന ഈ ഹൈ വെലോസിറ്റി ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒരാൾ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ, ഇത്തരം അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും പത്തോഫിസിയോളജി, എന്തെങ്കിലും ട്യൂമറോ മറ്റോ വന്നിട്ട് ബോണിൻ്റെ ഒരു ഭാഗം വീക്കാവുമ്പോൾ അതുകൊണ്ടുള്ള സ്ട്രെസ് കൊണ്ട് കംപ്രഷൻ ഫ്രാക്ചർ ഉണ്ടാകും. ഇത്തരം അവസ്ഥകളിലൊക്കെയാണ് ഈ കംപ്രഷൻ ഫ്രാക്ചറുകൾ ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു ടൈപ്പിലുള്ള ഫ്രാക്ചറാണ് ഒബ്ലിക് ഫ്രാക്ചറുകൾ. ഈ ഒബ്ലിക് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഒരു ഡയഗണലായിട്ട്, ബോണിന് ഡയഗണലായിട്ട് താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഫ്രാക്ചറുകളെയാണ് നമ്മൾ ഒബ്ലിക് ഫ്രാക്ചറുകളാണ്. പ്രധാനമായിട്ടും വലിയ ബോണുകൾക്കാണ് ഇത് സംഭവിക്കുന്നത്. ഫീമർ, ടിബിയ, ഇത്തരം ബോണുകളിലാണ് ഈ ഒബ്ലിക് ഫ്രാക്ചർ ഉണ്ടാകുന്നത്. ഇത് ഒരു കുട്ടിയുടെ ഫെമറൽ ബോണിൽ ഉണ്ടായിരിക്കുന്ന ഫ്രാക്ചറാണ്, ഒബ്ലിക് ഫ്രാക്ചറാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇനി മറ്റൊരു ടൈപ്പിൽ 7ാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ. ഈ ടൈപ്പ് ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ 2 ബോണുകൾ തമ്മിൽ ഫ്രാക്ചർ ആയതിനു ശേഷം അത് പരസ്പരം കൂടിച്ചേർന്ന് ഇമ്പാക്റ്റ് ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാരണം കൊണ്ടോ അത് ഇമ്പാക്റ്റ് ചെയ്ത് പരസ്പരം ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ, അതായത് ജാം ആയി ടുഗദർ ഇരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഫ്രാക്ചറാണ് നമ്മൾ ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഈ അഗെയിൻ ഇത് നമ്മുടെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് വീഴുക, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൈ വെലോസിറ്റി ഫ്രാക്ചറുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ ഇമ്പാക്റ്റഡ് ഫ്രാക്ചർ സാധാരണ സംഭവിക്കുന്നത്.
ഇനി ഈ ഫ്രാക്ചറിൻ്റെ എട്ടാമത്തെ തരം ക്ലാസിഫിക്കേഷനാണ് സെഗ്മെൻ്റൽ ഫ്രാക്ചർ. സെഗ്മെൻ്റൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിം ബോൺ തന്നെ രണ്ട് അല്ലെങ്കിൽ അതിലധികമോ പീസുകളായിട്ട് പൊട്ടുകയും അത് സെഗ്മെൻറ്റുകളായിട്ട് അല്ലെങ്കിൽ ചെറിയ പീസുകളായിട്ട് ഫ്ലോട്ട് ചെയ്യുകയോ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ഫ്രാക്ചറുകളാണ് ഈ സെഗ്മെൻ്റൽ ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. സെഗ്മെൻ്റൽ ഫ്രാക്ചറുകൾ ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് സർജറി കൊണ്ട് മാത്രമേ ഇത് ഫലപ്രദമായ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ സർജറി ആണെങ്കിൽ തന്നെ ചിലപ്പോൾ ചില സെഗ്മെൻ്റൽ ഫ്രാക്ചറുകൾ സ്റ്റേജുകളായിട്ട് സർജറി ചെയ്യേണ്ടി വരും. പിന്നെ തന്നെയല്ല അതിന് ഹീലിംഗ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ സമയമെടുത്തൊക്കെയാണ് ഇത്തരം സെഗ്മെൻ്റൽ ഫ്രാക്ചറുകൾ ഹീൽ ചെയ്യുന്നത്. അതുകൊണ്ട് സെഗ്മെൻ്റൽ ഫ്രാക്ചറുകൾ പ്രധാനമായിട്ട് ഇത് സംഭവിക്കുന്നത് ഹൈ വെലോസിറ്റി റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളിലാണ്, അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് വീഴുക. അപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ബൈക്ക് ആക്സിഡൻറ്റ്സ് സംഭവിക്കുമ്പോഴാണ് ഈ സെഗ്മെൻ്റൽ ഫ്രാക്ചറുകൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫ്രാക്ചറുകളാണ് ഈ സെഗ്മെൻ്റൽ ഫ്രാക്ചറുകൾ. അപ്പോൾ നമ്മൾ അടുത്ത തരം ഒരു ഫ്രാക്ചറാണ് കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. 9ാമത്തെ ക്ലാസിഫിക്കേഷനാണ്. 10 തരം ക്ലാസിഫിക്കേഷൻ നമുക്കുള്ളത്. അതിൽ 9ാമത്തെ ക്ലാസിഫിക്കേഷനാണ് കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത് ബോൺ 3 അതിലധികമോ പീസുകളായിട്ട് ബ്രേക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഫ്രാക്ചറുകൾ ബ്രേക്ക് ചെയ്ത ഫ്രാഗ്മെൻറ്റുകൾ പല ഫ്രാഗ്മെൻറ്റുകളും ഈ 2 വലിയ ഫ്രാഗ്മെൻറ്റുകൾക്കിടയിൽ ഈ ഫ്രാക്ചർ ലൈനിൻ്റെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യുന്ന അത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രാക്ചറുകളെയാണ് നമ്മൾ കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പടത്തിൽ കാണുന്നത് നമ്മുടെ ടിബിയ ബോണിന് സംഭവിച്ചിരിക്കുന്ന പ്രോക്സിമൽ ടിബിയയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ബോൺ പല ഫ്രാഗ്മെൻറ്റുകളായിട്ട് ചിതറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില ഫ്രാഗ്മെൻറ്റുകൾ ഈ ഫ്രാക്ചറിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫ്രാക്ചറുകൾ സർജറിയിലൂടെ ആണ് ഫലപ്രദമായി ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇത്തരം ഫ്രാക്ചറുകൾ ട്രീറ്റ് ചെയ്യാനും ഭയങ്കര അതുപോലെ ഹീലിംഗ് പ്രോസസ്സും നല്ല സമയമെടുക്കുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തരം ഫ്രാക്ചറുകളാണ്. മറ്റൊരു കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചറാണ് ഇപ്പോൾ പിക്ചറിൽ കാണുന്നത്. ഇത് ഫീമർ ബോണിൻ്റെ ഒരു കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചറാണ്. നിങ്ങൾക്ക് കാണാം ഫെമറൽ ഷാഫ്റ്റ് ബോൺ ഇങ്ങനെ പല ഫ്രാഗ്മെൻറ്റുകളായിട്ട് ഫ്രാക്ചറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബോൺ പീസുകളും കാണാം. അപ്പോൾ അത്തരത്തിലുള്ള 3 അതിൽ കൂടുതലോ ഫ്രാഗ്മെൻറ്റുകളോ ആയി ബോൺ ഫ്രാക്ചറായിട്ട് ഇരിക്കുന്ന അത്തരം ഫ്രാക്ചറുകളാണ് ഈ കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത തരം ഒരു ഫ്രാക്ചറാണ് അവൾഷൻ ഫ്രാക്ചർ. അപ്പോൾ ഈ അവൾഷൻ ഫ്രാക്ചർ സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ഇത് കണ്ടുവരുന്നത് കുട്ടികളിലാണ്. അപ്പോൾ ഇത് അവൾഷൻ ഫ്രാക്ചർ സംഭവിക്കുന്നത് ഒരു ടെൻഡൻ അല്ലെങ്കിൽ ലിഗമെൻ്റ് ബോണിൻ്റെ ഒരു ചെറിയ ഭാഗം പുൾ ചെയ്ത് അതിനെ അടർത്തി മാറ്റുന്ന അത്തരത്തിലുള്ള ഫ്രാക്ചറുകളെയാണ് അവൾഷൻ ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാം ഇതൊരു ആംഗിളാണ്. ആംഗിളിൽ ഒരു അവൾഷൻ ഫ്രാക്ചർ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളിൽ ഈ ലെഗമെൻ്റ് അല്ലെങ്കിൽ ടെൻഡൻസ് ഈ ഗ്രോത്ത് പ്ലേറ്റുകളെ പിടിച്ച് പുള്ള് ചെയ്ത് അകത്തി മാറ്റുന്ന രീതിയിലുള്ള അവൾഷൻ ഫ്രാക്ചറുകൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളല്ല, പ്രധാനമായിട്ടും നമ്മൾ ഓടുക അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സേർഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് സ്പോർട്സ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ അവൾഷൻ ഫ്രാക്ചർ കോമണായി കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫ്രാക്ചർ ടൈപ്പുകൾ ഉള്ളത്. നിങ്ങളുടെ ഫ്രാക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരുടെ ഫ്രാക്ചർ ഏതെങ്കിലും ഈ വിവരിച്ചിരിക്കുന്ന ടൈപ്പുകളിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഫ്രാക്ചർ ആയിരിക്കും. അത് ഏതെന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണുക. അതിനുശേഷം തീരുമാനിക്കുക ഏത് ഫ്രാക്ചറുകളാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ആർക്കെങ്കിലും ബന്ധപ്പെട്ടവർക്ക് ഇത്തരം ഫ്രാക്ചറുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമാവുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ പല മെഡിക്കൽ അല്ലെങ്കിൽ ലൈഫ് കണ്ടീഷൻസ് അത്തരത്തിലുള്ള ടിപ്സ് നൽകുന്ന തരത്തിലുള്ള വീഡിയോസ് ഇനിയും ഉണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.